വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോട് പുലർത്തും. അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് തരാമെന്ന് അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള നാട്ടിൽ നിങ്ങളെ സന്താനപുഷ്ടിയുള്ളവരും നിങ്ങളുടെ ഭൂമി ഫലപുഷ്ടിയുള്ളതും ആക്കും. ധാന്യം, വീഞ്ഞ്, എണ്ണ, കന്നുകാലികൾ, ആട്ടിൻപറ്റം എന്നിവയെ അവിടുന്ന് ആശീർവദിക്കുകയും ചെയ്യും. നിങ്ങൾ എല്ലാ ജനതകളെക്കാൾ അനുഗ്രഹീതരാകും. നിങ്ങൾക്കോ നിങ്ങളുടെ കന്നുകാലികൾക്കോ വന്ധ്യത ഉണ്ടാവുകയില്ല. കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിലൊന്നും നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല. എന്നാൽ നിങ്ങളെ എതിർക്കുന്നവരുടെ മേൽ അവ എല്ലാം വരുത്തും. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ജനങ്ങളെയെല്ലാം സംഹരിക്കണം. അവരോട് കരുണ കാണിക്കരുത്. നിങ്ങൾ അവരുടെ ദേവന്മാരെ സേവിക്കരുത്. അത് നിങ്ങൾക്ക് കെണിയായിത്തീരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുമ്പം പഴയ നിയമത്തിലെ കുറേ കാര്യങ്ങൾ നമുക്ക് അനുഷ്ഠിക്കേണ്ടാത്തതും ഈശോ അത് തള്ളിക്കളഞ്ഞതുമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പം ഈശോ ഇതിൽ നിന്ന് പലതും എടുത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ദൈവം തരുന്നത് വിശ്വസ്തതയുള്ളവരായിരിക്കണമെന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്ക് തന്ന നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നതിൽ വിശ്വസ്തതയുള്ളവരായിരിക്കുക. ദൈവത്തോട് കരുണയുള്ളവരായിരിക്കുക. അവൻ അങ്ങനെയാണെങ്കിൽ അവൻ ചെയ്തിട്ടുള്ള ഉടമ്പടി അനുസരിച്ച് അവൻ നിങ്ങളോട് പെരുമാറും എന്ന് കൃത്യമായും പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിനകത്ത് ദൈവം പറയുന്നത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകും. നിങ്ങളുടെ കന്നുകാലികളും അങ്ങനെ തന്നെയായിത്തീരും. നിങ്ങൾ എല്ലാ ജനതകളെയും അനുഗ്രഹീതരായിത്തീരും. നിങ്ങൾക്കോ നിങ്ങളുടെ കന്നുകാലികൾക്കോ വന്ധ്യത ഉണ്ടാവുകയില്ല. കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും അകറ്റിക്കളയും. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുമ്പം ഒറ്റ കണ്ടീഷനെ ദൈവം വെക്കുന്നുള്ളൂ. ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കണം. ആ ഒരു വലിയ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. വിശ്വസ്തതയുള്ളവരായിരിക്കുക. എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് ചെയ്യുക. അല്ല എന്ന് തോന്നിയാൽ അപ്പോഴത്തെ അത് ഒഴിവാക്കി വിടുക. അവിടെ നമ്മുടെ ബുദ്ധിയും യുക്തിയും ഒന്നും ഉപയോഗിക്കാൻ ശ്രമിക്കാതെ ദൈവം അതെ എന്ന് പറഞ്ഞാൽ അതെ, അല്ല എന്ന് പറഞ്ഞാൽ അല്ല, അതിന് അപ്പുറവും ഇപ്പുറവും ഉള്ളതൊക്കെ നമ്മളെ പാപത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് നമ്മളുടെ ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്നത്, നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള നല്ല ബന്ധത്തിലാണെങ്കിൽ ദൈവം നമ്മളോട് പറയും. നമ്മുടെ മനസ്സിൽ ആ തോന്നലുകൾ തരും. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ, ദൈവത്തോട് നിരന്തരം ആലോചന ചോദിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം ധന്യമാകും. നമ്മളിന്ന് ഒത്തിരിയേറെ പ്രതിസന്ധികളെ നേരിടുന്നുണ്ട്. ഒത്തിരിയേറെ പ്രയാസങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നത്, എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണെന്ന് വിശ്വസിക്കണം. അവനോട് വിശ്വസ്തത പുലർത്തണം. ഇത് രണ്ടുമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനർത്ഥങ്ങളും മാറിപ്പോകും എന്ന് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. ദൈവം കരുണയുള്ളവനാണ്. നമ്മുടെ പാപങ്ങൾ ഓർക്കാതെ, നമ്മളുടെ തെറ്റുകൾ ഓർക്കാതെ നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മോട് കൂടെ വസിക്കുന്നവൻ അവനാണ്. നമ്മുടെ ദൈവം കാരുണ്യവാനാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസ്തയോടെ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മളെ കൊണ്ടാവുന്നിടത്തോളം ആ വിശ്വസ്ത പുലർത്താൻ ശ്രമിക്കുക. പോരായ്മയുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, അപ്പാ എനിക്ക് പറ്റുന്നില്ല, ദൈവം കേൾക്കും. അല്ലാതെ അഹന്തയോടുകൂടി പോകാൻ നമ്മൾ ഒരുങ്ങുമ്പോഴാണ് അനർത്ഥം നമ്മളെ വേട്ടയാടുന്നത്. നമുക്ക് ഞാനെന്ന ഭാവവും അനർത്ഥങ്ങളും അഹന്തയും എല്ലാം ഒഴിവാക്കി അനർത്ഥം നമ്മുടെ കുടുംബത്തിൽ കടന്നു വരാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.